ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കോപം കൊണ്ട് ഇങ്ങനെ ചുവന്നു തുടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്ലയോ സഅദ്, അള്ളാഹുവിന്റെ കൽപ്പനയിൽ വെള്ളം ചേർക്കുവാൻ എന്നോട് ശുപാർശ ചെയ്യുവാൻ താങ്കൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ആ മറുപടിക്ക് ശേഷം, നമസ്കാരത്തിന് ശേഷം മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാവണം. നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു സമൂഹം എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? ആ സമൂഹത്തിലെ വമ്പന്മാർ തെറ്റ് ചെയ്താൽ ആരും ഒന്നും ശബ്ദിക്കുകയില്ല. സാധാരണക്കാരും ദരിദ്ര വിഭാഗവുമാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവർക്കെതിരെ എല്ലാവരും ശബ്ദമുയർത്തുമായിരുന്നു എന്നതാണ് ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ കാരണമെന്ന് നിങ്ങൾ ജാഗ്രതയുള്ളവരാവണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. എൻ്റെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ, ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നാം ഇവിടെ ഒരുമിച്ച് ചേർന്നത്, ആ ലക്ഷ്യം ഏറ്റവും മനോഹരമായ രീതിയിൽ നാഥൻ നമ്മിൽ നിന്നും പൂർത്തിയാക്കി തരുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. തീർച്ചയായും അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ മലക്കുകളുടെ പ്രാർത്ഥനയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും ധാരാളമായി വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആനിനെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്? എങ്ങനെയാണ് ഇഹത്തിലും പരലോക ജീവിതത്തിലും വിജയിക്കുന്നവനായിട്ട് വിശുദ്ധ ഖുർആനിന് ഒരു മനുഷ്യനെ മാറ്റിത്തീർക്കുക എന്നതിനെക്കുറിച്ചുമൊക്കെ വ്യത്യസ്തങ്ങളായ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായി. ചില മനുഷ്യരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഖുർആൻ പഠിക്കുന്നതിന് മുൻപുള്ള ഞാനും ഖുർആൻ പഠിച്ചതിന് ശേഷമുള്ള ഞാനും എന്നതായിരിക്കും ആ അനുഭവത്തിൻ്റെ പ്രത്യേകത. ഈയടുത്ത് ആയുർവേദ കോളേജിലെ ആയുർവേദ ഡോക്ടറായ റാങ്ക് ഹോൾഡറായ ഒരു സ്ത്രീ അവരുടെ അനുഭവ വിവരണത്തിൽ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പിലുള്ള ഞാനും പഠിച്ചതിന് ശേഷമുള്ള ഞാനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എൻ്റെ രോഗിയായ എൻ്റെ ഇണയെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കിത്രയും ക്ഷമ കിട്ടുമായിരുന്നില്ല ഞാൻ വിശുദ്ധ ഖുർആനിനെ പഠിച്ചിരുന്നില്ല എങ്കിലെന്ന് അവർ കൃത്യമായിട്ട് തൻ്റെ ആത്മാവിന് തൊട്ടൊരു വർത്തമാനം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മനുഷ്യനെ, മനുഷ്യ മനസ്സിനെ മാറ്റുന്നത്? അതെങ്ങനെയാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ, സമൂഹത്തിൽ എങ്ങനെയാണ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുവാൻ അവനോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വാക്കുകളിലൂടെയും പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ജീവിതത്തിനോട് യാതൊരു പുലബന്ധവും സ്ഥാപിക്കാത്ത, എന്താണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്നതുപോലും അറിയാതെ വെറും പാരായണത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്കാണ് ഇന്ന് വിശുദ്ധ ഖുർആൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പുതുതായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന മനുഷ്യർ നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ചില ആയത്തുകളും അതിന് നൽകുന്ന വിവരണങ്ങളും കേൾക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്കതിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കാതിരുന്നത് എന്ന് നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോവുക. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. സൂറത്ത് യാസീൻ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറ. ആ സൂറത്തിൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോടൊപ്പം നമസ്കരിക്കുന്ന സമയത്ത്, ഇമാം നിന്ന സമയത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണ്. വംതാസിൽ ലൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹ്ദ ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ആ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്. അടുത്ത ആയത്ത് ഓതുവാൻ പ്രവാചകൻ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ കൂടെ നിൽക്കുന്ന സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുത്ത ആയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ പക്ഷെ പാരായണം ചെയ്യുന്നില്ല. പിന്നെയും പ്രവാചകൻ പറയുന്നു, വംതാസിൽ ലൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹ്ദ ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ.
വീണ്ടും അനുയായികൾ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു, പ്രവാചകന് പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഒടുവിൽ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബാക്കൾ പോകുമ്പോൾ അവിടെ ഇരുന്ന് വിതുമ്പുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർ കാണുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, അല്ലയോ യാ റസൂലല്ലാഹ്, താങ്കൾക്ക് എന്തു പറ്റി? താങ്കൾ എന്തിനാണ് കരയുന്നത്? ഞങ്ങൾ പറഞ്ഞു തന്നിട്ടും എന്താണ് താങ്കൾക്കത് പാരായണം ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ആ ആയത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ചെയ്തത് മുഴുവൻ ശരിയായിരുന്നു എന്ന് കരുതി, നേരത്തെ പലരും സൂചിപ്പിച്ചു, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിട്ടൊടുവിൽ നാഥന്റെ മുമ്പിൽ നമ്മൾ എത്തപ്പെടുന്ന സമയത്ത് ഞാൻ ചെയ്തത് മുഴുവൻ ശരിയായിരുന്നു എന്ന് കരുതി അള്ളാഹുവിലേക്ക് വീണ്ടും വീണ്ടും എത്രയും വേഗത്തിൽ അങ്ങോട്ട് മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് എവിടെ കാണടോ നിങ്ങൾ ഇങ്ങനെ കുതിച്ചു വരുന്നത്? അല്ലയോ കുറ്റവാളികളെ, അങ്ങോട്ട് മാറി നിൽക്ക്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ദിവസമാണ്. ഞാൻ തൃപ്തിപ്പെട്ട, എന്നെ തൊട്ട് തൃപ്തിപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അടിയാറുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണിത്. കുറ്റവാളികളെ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗത്തിൽ ആളുകൾ അതെങ്ങനെ സഹിക്കുമെന്നോർത്താണ് ഞാൻ വിതുമ്പിയതെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഹൃദയങ്ങളിൽ അത് പ്രകമ്പനമുണ്ടാക്കണമെന്നാണ്. ചിലപ്പോൾ കരയുകയും ചിരിക്കുകയും ചെയ്യണമെന്നാണ്. അതിലൂടെ പാരായണം ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ അതിനുള്ളിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ എനിക്ക് സാധിക്കണമെന്നാണ്. നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പുൽക്കടിയെക്കുറിച്ച്, ഈച്ചയെക്കുറിച്ച്, പുഴുവിനെക്കുറിച്ച്, പുൽച്ചാടിയെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ചിന്തിക്കുവാൻ നമ്മളെ അത് പ്രേരിപ്പിക്കണമെന്നാണ്. വരണ്ട ഭൂമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, ഈ വരണ്ട ഭൂമി ഒരിക്കലും ഒരു ജീവൻ പോലും, ഇനിയൊരിക്കലും ഒരു പുൽനാമ്പ് പോലും ഉണ്ടാവില്ല എന്ന് ഈ വരണ്ട ഭൂമി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷേ ഒരു മഴയ്ക്ക് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും, ഭൂഗർഭ അറയിൽ നിന്നും പുൽനാമ്പുകൾ പുറത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുന്ന സമയത്ത്, പുൽനാമ്പുകൾ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടോ? എൻ്റെ മരണശേഷം എന്നെ എങ്ങനെയാണ് നാഥൻ വീണ്ടും ജീവിപ്പിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു തൂണുമില്ലാതെ ഈ ആകാശത്തെ അള്ളാഹു പ്രതിഷ്ഠിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നു. റബ്ബ് പറയുന്നുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷവും നിങ്ങൾ കരുതും എന്തിനാണ് ഒരു കൊതുകിനെ ഞാൻ ഉപമിക്കുന്നത് എന്ന്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യളിബ ബഊലതൻ ഫമാ ഫൗഖഹ. ഒരു കൊതുകിനെയോ അതിനേക്കാൾ ഏറ്റവും താഴ്ന്ന ജീവിയെയോ ഉദാഹരിക്കാൻ എനിക്കൊരു ലജ്ജയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. കൊതുകെന്നാൽ എത്രമാത്രം നിസാരമാണെങ്കിലും എന്നെ കടിച്ചിട്ട് പറന്നു പോയാലും എനിക്കത് തിരിയാത്തത്ര സൂക്ഷ്മജീവിയല്ലേ കൊതുക്. കൊതുകിനെ പറഞ്ഞിട്ട് അള്ളാഹ് എന്തിനാണ് ഉദാഹരണമായിട്ട് പറയുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ റബ്ബ് പറയുന്നു എനിക്കൊരു ലജ്ജയുമില്ല. നമ്മൾ കൊതുക് പരത്തുന്ന രോഗങ്ങളെ കുറിച്ചൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം സൂക്ഷ്മമായ ഈ ജീവിയാണ് മനുഷ്യനെ പടുമരണത്തിലേക്ക് കൊണ്ടുവിടുവാൻ പ്രാപ്തനായ സൂക്ഷ്മജീവിയായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഭൂമിയിലേക്ക്, ആകാശത്തിലേക്ക്, സൂക്ഷ്മജീവിയിലേക്ക്, നിങ്ങളുടെ തന്നെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരാണിത പ്രസവിക്കാൻ പോകുന്നു, അച്ഛനിത ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയകളിൽ ഒന്നാകെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, ആണ് പ്രസവിക്കുകയെ? പക്ഷെ ആണാണോ ഗർഭം ധരിച്ചത് അതോ യഥാർത്ഥത്തിൽ പെണ്ണാണോ ഗർഭം ധരിച്ചത് എന്ന് സൂക്ഷ്മ പഠനത്തിന് നമ്മൾ വിധേയമാക്കണം. വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമൈൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പ്രയാസത്തിന്മേൽ പ്രയാസത്തോടുകൂടി ഗർഭം ധരിച്ചു, 2 വർഷക്കാലം പാലൂട്ടി. സ്തനം മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ ഗർഭം ധരിച്ച അവന് അല്ലെങ്കിൽ അവൾക്ക് ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, പാലൂട്ടാൻ സാധിക്കില്ല. ആ കുഞ്ഞിന്റെ അവകാശത്തിന്മേലുള്ള നിഷേധമാണ് നമ്മളിപ്പോഴും കൊട്ടിഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും നീതിയുടെ പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തുന്നത്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. നിങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും എതിരായിരുന്നാലും ശരി, നിങ്ങൾ നീതിക്ക് വേണ്ടി വർത്തമാനം പറയണമെന്ന് തുടരെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നീതിക്ക് വേണ്ടി വർത്തമാനം പറയുന്നൊരു സമൂഹം ഉണ്ടാവണം. നന്മക്ക് വേണ്ടി ശബ്ദിക്കുന്ന സമൂഹം ഉണ്ടാവണം. നല്ലത് മാത്രം പരസ്പരം കൽപ്പിക്കുന്ന സമൂഹം ഉണ്ടാവണം. തിന്മക്ക് നേരെ നോ പറയാൻ പ്രാപ്തിയുള്ള, കപ്പാസിറ്റി ഉള്ള ഒരു സമൂഹം ഉണ്ടാവണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ സമയത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്ന തീർച്ചയായും വളരെ ഗൗരവപ്പെട്ട ഉത്തരവാദിത്തമാണ്, ഉത്തരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഈയടുത്ത് അനന്തരാവകാശത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ നമുക്ക് മുമ്പിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. കുടുംബശ്രീയിൽ ആണിനും പെണ്ണിനും ഒരേപോലെ സ്വത്ത് വിഹിതം വെക്കണമെന്ന് കുടുംബശ്രീക്കിടയിൽ നിങ്ങൾ പ്രഖ്യാപനം നടത്തണമെന്ന് കേരള സർക്കാർ പറഞ്ഞപ്പോൾ പലരും, ചിലപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ പോലും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും ശരിയല്ലേ, നമ്മൾ എന്തിനാണ് എന്നും എല്ലാവരും 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരെന്ന് പറയുന്നത്? 2023 എന്ന് പറയുന്ന അത്യാധുനികമായ പുരോഗമനായ ഈ കാലത്തിന് ഒരിക്കലും ഇസ്ലാമിന്റെ നീതി സങ്കല്പം ഫിറ്റല്ല, ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ഫിറ്റല്ല. ആണിന് പകുതി പെണ്ണിന് പകുതി കൊടുക്കുകയും ആണിന് മുഴുവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അതുകൊണ്ട് നമുക്കതൊന്ന് എന്ത് ചെയ്യണം, പൊളിച്ചെഴുതണം, തിരുത്തു പണിയണം എന്ന് വിചാരിക്കുന്ന യുവത്വങ്ങൾ തന്നെ ചിലപ്പോൾ നമുക്കിടയിൽ ഉണ്ടായേക്കാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇത്തരമാത്രം സംശയങ്ങൾ ചിലപ്പോൾ ഉന്നയിക്കുന്നുണ്ടാവാം. ആ ഉദാഹരണം മാത്രമാണ് നീതിയുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ആ കാര്യം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സൂറത്ത് നിസായിലാണ് അനന്തരാവകാശത്തെ കുറിച്ച് പറയുന്നതല്ലേ. റബ്, ഹുംസ്, സുദുസ്, 6-1, 5-1, 4-1 ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അനന്തരാവകാശത്തെക്കുറിച്ച് 4-5 ആയത്തിൽ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ മുൻപും ശേഷവും നാഥൻ എന്താണ് പറഞ്ഞതെന്ന് ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ചുള്ള മാനവികമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നിയമത്തെക്കുറിച്ച്, ഒരു യുക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ഞാൻ സൃഷ്ടിച്ചു എന്ന് തുടങ്ങിക്കൊണ്ടാണ്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് അനാഥ മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ പെണ്ണിനെ മുഴുവൻ കൊടുക്കണം, 2-1 കൊടുത്താൽ പോരാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, പകുതി കൊടുത്താൽ പോരാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അനാഥ മക്കളുടെ സംരക്ഷണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ധനത്തിലേക്ക് നിങ്ങൾ അവരുടെ ധനം തിന്നരുത്. വലാ തഅകുലു അംവാലഹും ഇലാ അംവാലിക്കും, നിങ്ങളുടെ ധനത്തിലേക്ക് അവരുടെ ധനം തിന്നരുത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് അനാഥ മക്കളുടെ ധനം തീർക്കരുത്, അവർക്ക് ഒരു ബുദ്ധി എത്തിയാൽ അവർക്കത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അതേ സമയത്ത് മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില കുനിഷ്ടുകളെ കൂടി കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ വേഗം അത് തിന്നു തീർക്കരുത്, വളർന്ന് വലുതായ തിരിച്ചു കൊടുക്കണമല്ലോ എന്ന ഭയത്താൽ നിങ്ങൾ പെട്ടെന്ന് അത് തിന്നു തീർക്കരുത്. നിങ്ങൾ സമ്പന്നനാണെങ്കിൽ നിങ്ങൾ അതിൽ തൊടുകയേ ചെയ്യരുത്, ദരിദ്രനാണെങ്കിൽ മാന്യമായി നിങ്ങൾക്ക് അതിൽ നിന്നും ഭക്ഷിക്കുകയുമാവാം. പിന്നീട് പറയുന്നുണ്ട്, നിങ്ങൾ അതിനെ നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ചേർത്താൽ, അനാഥ മക്കളുടെ ധനം നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ചേർത്താൽ നിങ്ങൾ തീയാണ് ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കരുതുക എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സബബ് നുസൂലായിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രക്തസാക്ഷിയായ, സമരം ചെയ്ത് രക്തസാക്ഷിയായ സഅദ് ബിൻ റുബയ്യിന്റെ പത്നി ഒരിക്കൽ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന് പറയുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, താങ്കളുടെ കൂടെ ഉഹുദിൽ യുദ്ധം ചെയ്ത രക്തസാക്ഷിയായ സഅദിന്റെ പത്നിയാണ് ഞാൻ. എനിക്ക് 2 പെൺമക്കളുണ്ട്. അവരുടെ പിതൃവ്യൻ അവരുടെ ധനം മുഴുവൻ എന്ത് ചെയ്തു? ഒരു ധാന്യം മണി പോലും ബാക്കിയാക്കാതെ മുഴുവൻ അപഹരിച്ചു കളഞ്ഞു. ഞാനിനി എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്തു നിന്നും ആ സ്ത്രീയുടെ മറുപടി എന്നോണം, സ്ത്രീക്കുള്ള മറുപടി എന്നോണം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അവരുടെ ധനം ഭക്ഷിക്കുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം. നിങ്ങൾ ഹറാമാണ് തിന്നുന്നതെന്ന് നിങ്ങൾക്ക് നല്ല വിചാരമുണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മഹറിനെ കുറിച്ചാണ്. ഒരു പെണ്ണ് ജനിക്കുമ്പോൾ തന്നെ ഭാരമായി തോന്നുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ബാധ്യതയായി ഗണിച്ചുകൊണ്ട് അവളുടെ മഹറിനെ അവൾക്ക് നൽകുക തന്നെ ചെയ്യുക. ഇനി അതിൽ നിന്നും അവൾ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് വല്ലതും തന്നാൽ നിങ്ങളത് ഭക്ഷിച്ചു കൊള്ളുക. മഹർ അവൾക്കുള്ളതാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴും നീ അങ്ങോട്ട് പണയം വെക്കാണ്ട, അല്ലെങ്കിൽ എനിക്ക് അതിനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കണ്ണുരുട്ടി വാങ്ങുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു ആദർശത്തിന്റെ പേര് കൂടിയാണ്, നിലപാടിന്റെ പേര് കൂടിയാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതിൽ നിന്നും നല്ല സന്തോഷത്തോടു കൂടി തന്നാൽ നിങ്ങളത് തിന്നുകൊള്ളുക. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെ വിഹിതമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബ് പറയുന്നത്, ഇങ്ങനെ വിഹിതം വെക്കുന്ന സമയത്ത് അനാഥരായ, അഗതികളായ നിങ്ങളുടെ അടുത്ത കുടുംബത്തിലുള്ള ആളുകൾ വല്ലവരും വന്നാൽ അവർക്കും വല്ലത് നിങ്ങൾ കൊടുക്കുക, നല്ല വാക്ക് പറയുകയും ചെയ്യുക. പിന്നീട് റബ്ബ് പറയുന്നത് കടത്തിനെ കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക,
നമ്മൾ പകുതിയാണോ, മുക്കാലാണോ, അരയാണോ, കാലാണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലാതെ മരണമടയേണ്ടി വരുന്ന മനുഷ്യന്റെ ബാധ്യത ഏറ്റെടുക്കണം നിങ്ങൾ. അവരുടെ കടം നിങ്ങൾ കൊടുത്തു വീട്ടണം, അവരുടെ കടം നിങ്ങൾ ഏറ്റെടുക്കണം. ബന്ധുക്കളോട് പറയുകയാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ വെറും സുദുസും ഹുമുസും മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ബന്ധുവിന്റെ കുടുംബബന്ധം പുലർത്തുന്നതിനെ കുറിച്ച് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു വെച്ച റബ്ബ് തന്നെ പറയുകയാണ്, അവരോടുള്ള ബാധ്യത, കുടുംബ ബന്ധു എന്ന നിലയിലുള്ള ബാധ്യത അത് നിങ്ങൾ നിർവഹിക്കണം കേട്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള ആഹ്വാനം കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏത് പ്രത്യയശാസ്ത്രത്തിനാണ് ഇങ്ങനെ കൃത്യമായിട്ട് അളവുകോൽ നിർണയിച്ച് കൃത്യമായിട്ട് മനുഷ്യനെയും ബന്ധുവിനെയും മനസ്സിലാക്കിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള നിയമം പഠിപ്പിക്കുവാൻ അള്ളാഹുവിനല്ലാതെ വേറെ ഏതൊരു ആദർശത്തിനാണ്, തത്വശാസ്ത്രത്തിനാണ്, ഫിലോസഫിക്കാണ് സാധിക്കുക എന്ന് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. തീർച്ചയായും നിങ്ങൾക്കറിയുക സാധ്യമല്ല, നിങ്ങൾക്കറിയില്ല ആരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ലാ തദ്റൂന അയ്യുക്കും അഖ്റബു ലക്കും നഫ്അ. നിങ്ങൾക്കറിയില്ല മാതാപിതാക്കളാണോ മക്കളാണോ നിങ്ങൾക്ക് ഏറ്റവും മരണശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഇണക്ക് ഉപകാരപ്പെടുക എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ റബ്ബിനറിയാം. എന്തിനാണ് വല്യുമ്മക്ക് ഒരു വിഹിതം എഴുതി കൊടുക്കുന്നത്? നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം. പക്ഷേ റബ്ബിനറിയാം നിങ്ങൾക്ക് മക്കളാണോ മാതാപിതാക്കളാണോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നതിനെ കുറിച്ച് റബ്ബിനാണ് അറിയുക. അതുകൊണ്ട് റബ്ബ് നിർണയിച്ച കൃത്യമായ നിർണയമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ച് മിനക്കെടേണ്ടതില്ല എന്ന ഒരു വിശദീകരണം കൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നീതിയുടെ മതമാണ് ഇസ്ലാം. നീതിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്ലാം. ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മക്ക ഫതഹിന്റെ അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അവിടെ തമ്പടിച്ച സമയത്ത് ഫാത്തിമ എന്ന ഒരു സ്ത്രീ മോഷ്ടിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാതി വന്നു. ഫാത്തിമ എന്ന സ്ത്രീ മോഷ്ടിച്ചിരിക്കുന്നു. വലിയ ഒരു തറവാട്ടിലെ അംഗമാണ് ഫാത്തിമ, അറിയപ്പെടുന്ന ഒരു ഗോത്രത്തിലെ അംഗമാണ് ഫാത്തിമ. ഫാത്തിമ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിന് അത് അപമാനമാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, പ്രവാചകനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണല്ലോ താങ്കൾ, ഒന്ന് പോയി പറയുമോ, ഫാത്തിമക്ക് വേണ്ടി ഒന്ന് ശിപാർശ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മടിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്, ഫാത്തിമയുടെ കാര്യത്തിൽ വല്ലതും താങ്കൾ എന്ത് ചെയ്യണം, ഒരു ഇളവ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കോപം കൊണ്ട് ഇങ്ങനെ ചുവന്നു തുടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ടോ, അല്ലയോ സഅദ്, അള്ളാഹുവിന്റെ കൽപ്പനയിൽ വെള്ളം ചേർക്കുവാൻ എന്നോട് ശിപാർശ ചെയ്യുവാൻ താങ്കൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ആ മറുപടിക്ക് ശേഷം, നമസ്കാരത്തിന് ശേഷം മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ജാഗ്രതയുള്ളവരാവണം. നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു സമൂഹം എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? ആ സമൂഹത്തിലെ വമ്പന്മാർ തെറ്റ് ചെയ്താൽ ആരും ഒന്നും ശബ്ദിക്കുകയില്ല. സാധാരണക്കാരും ദരിദ്ര വിഭാഗവുമാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവർക്കെതിരെ എല്ലാവരും ശബ്ദമുയർത്തുമായിരുന്നു എന്നതാണ് ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ കാരണമെന്ന് നിങ്ങൾ ജാഗ്രതയുള്ളവരാവണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, തീർച്ചയായും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിമുടി മാറ്റം വരുന്ന രീതിയിൽ അവൻ കരയുകയും ചിരിക്കുകയും സ്വർഗത്തിന് വേണ്ടി കൊതിക്കുകയും ചെയ്യുന്ന വിനയാന്വിതനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ പഠിപ്പിച്ചതുപോലെ, എൻ്റെ മോനെ, ഭൂമിയിലൂടെ നീ എന്ത് ചെയ്യണം, വിനയത്തോടുകൂടി നടക്കണം. ഒരു മനുഷ്യനെ നീ നിസാരനായി കാണരുത് കേട്ടോ, നീ ഒരു മനുഷ്യനെ നിസാരനായി കാണരുതട്ടോ എന്ന് പറയുന്ന മാനവികതയുടെ ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. തീർച്ചയായും വിശുദ്ധ ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത് യുവത്വം കൂടി ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമയമാണിത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ചോദ്യങ്ങളും ഇസ്ലാമിനെതിരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുമ്പോൾ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറയുവാൻ പ്രാപ്തരായ ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാവണം. യൂണിവേഴ്സിറ്റികളിൽ, അവരുടെ കലാലയങ്ങളിൽ, പൊതുസമൂഹത്തിൽ നിന്നും അവരുടെ തല കുനിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്
തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ഉത്തരം പറയുവാൻ പ്രാപ്തരായ ഒരു കൂട്ടരെ തീർച്ചയായും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി തന്നെയുള്ള ഒരു മഹത്തായ ഉദ്യമമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഖുർആൻ സ്റ്റഡി സെന്റർ കേരളയിലൂടെ തീർച്ചയായും വ്യാപകമായി നടത്തുന്നത്. ഒരിക്കൽ കൂടി എല്ലാവിധ വിജയികൾക്കും അതിലെ പഠിതാക്കൾക്കും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തു കൊണ്ടിരിക്കുന്നവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.